എല്ലാവർക്കും നമസ്കാരം. ലോകത്തിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളേറ്റു കൊല്ലപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്കറിയാം. എന്നാൽ അങ്ങേയറ്റം ക്രൂരമായിട്ട്, ക്രൂരത എന്ന വാക്കിന് അപ്പുറത്തേക്കൊക്കെ വളരെയധികം മൃഗീയമായിട്ട്, പൈശാചികമായിട്ട്, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും എക്സ്ട്രീംലി ബ്രൂട്ടലായിട്ട് പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുള്ള ജുങ്കോ ഫൊറൂട്ട എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഥയെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനക്കെട്ടി ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു വീഡിയോ തുടർന്ന് കാണരുത്. കാരണം നമ്മൾ ഇന്ന് സഞ്ചരിക്കാനായിട്ട് പോകുന്നത് കേവലം ഒരു കഥയിലൂടെയല്ല. ജുങ്കോ ഫൊറൂട്ട എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള നരകയാതനകളിലൂടെയാണ്. വളരെയധികം ഹോണ്ടിങ്ങും ഡിസ്റ്റർബിങ്ങുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് തുടർന്ന് നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. സോ ആ ഒരു വാർണിംഗോടുകൂടി തന്നെ ജുങ്കോ ഫൊറൂട്ട എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിത കഥയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. ഒരു മനുഷ്യന് എത്രമാത്രം ക്രൂരനാവാൻ കഴിയുമെന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 1971 ജനിച്ച് 1989 വളരെ ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു 17 വയസ്സുകാരിയായ പെൺകുട്ടിയാണ് ജുങ്കോ ഫൊറൂട്ട എന്ന് പറയുന്നത്. ഇന്നും ലോകത്തില് ഏറ്റവും ക്രൂരതകൾ അനുഭവിച്ച് മരണപ്പെട്ടിട്ടുള്ള പെൺകുട്ടി എന്ന റെക്കോർഡുള്ളത് ജുങ്കോ ഫൊറൂട്ട എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ പേരിലാണ്. എന്താണ് ഇത്രമാത്രം ക്രൂരമായിട്ട് ആ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 100-ലധികം വരുന്ന ആളുകൾ 40 ദിവസം കൊണ്ട് 400-ലധികം തവണയാണ് ഈ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തീയിലിട്ട് ചുട്ടരിക്കപ്പെടുകയും അവസാനം കോൺക്രീറ്റ് ജാറിനുള്ളിൽ മറവ് ചെയ്യപ്പെടുകയും ചെയ്ത ഒരു പെൺകുട്ടിയാണ് ജുങ്കോ ഫൊറൂട്ട എന്ന് പറയുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വളരെയധികം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, വളരെയധികം ഹൊറിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. കേട്ട് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സ് മരച്ചു പോകുന്ന രീതിയിൽ, അത്രയധികം പൈശാചികമായ രീതിയിലാണ് ഈ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ജുങ്കോ ഫൊറൂട്ട എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജനിക്കുന്നത് ജപ്പാനിലാണ്. കാണാൻ സുന്ദരിയും ക്ലാസ്സിലെ മികച്ച വിദ്യാർത്ഥിനിയും മറ്റൊരു അനാവശ്യ കൂട്ടുകെട്ടുകളും ഇല്ലാതെ മികച്ചൊരു ജോലി എന്ന ലക്ഷ്യത്തോടു കൂടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ജുങ്കോ ഫൊറൂട്ട എന്ന് പറയുന്നത്. കാണാൻ അത്യാവശ്യം ലുക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൾ അതെല്ലാം സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കെ തന്റെ 17-ാം വയസ്സിൽ ഹിരോഷി മിയാനോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുകയാണ്. സാധാരണ എല്ലാവരുടെയും പ്രപ്പോസൽസ് നിരസിച്ചതുപോലെ തന്നെ ഹിരോഷി മിയാനോ എന്ന് പറയുന്ന ഈ ഒരു പയ്യന്റെ പ്രപ്പോസലും ഇവൾ സ്നേഹപൂർവ്വം നിരസിക്കുകയാണ്. എന്നാൽ ആ ഒരു റിജക്ഷനോട് കൂടിയായിരുന്നു ജുങ്കോ ഫൊറൂട്ട എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിധി എഴുതപ്പെടുന്നത്. ഹിരോഷി മിയാനോ എന്ന് പറയുന്ന ഈ ഒരു പയ്യന് ജപ്പാനിലെ കൊടിയ കുറ്റവാളികളായിട്ടുള്ള പിടികെട്ടാപ്പുള്ളികളുടെ ഗ്യാങ് ആയിട്ടുള്ള യാക്കുസ ഗ്യാങ്ങുമായിട്ട് ലിങ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് പോലും അവനെ ഭയമായിരുന്നു. എന്നാൽ തന്റെ പ്രപ്പോസൽ അവൾ നിരസിച്ചത് തനിക്ക് സൗന്ദര്യമില്ലാത്തതിനാലാണ് എന്ന രീതിയിലേക്ക് ഹിരോഷി മിയാനോ കാര്യങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ്. ഇതോടുകൂടി അവളോട് എങ്ങനെയെങ്കിലും റിവഞ്ച് ചെയ്യണമെന്ന രീതിയിലേക്ക് അവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് പാർട്ട് ടൈം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ജുങ്കോ ഫൊറൂട്ട വീട്ടിലേക്ക് പോവുകയാണ്. ഇത് ഹിരോഷി മിയാനോയും തന്റെ സുഹൃത്തുക്കളും കാണാനിടയായി. ഹിരോഷി തന്റെ സുഹൃത്തിനെ പറഞ്ഞയച്ച് അവളുടെ സൈക്കിൾ തള്ളിയിടാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ സൈക്കിളൊക്കെ കേടായിട്ട് ആകെ ഒരു വിഷമത്തിൽ നിൽക്കുന്ന ജുങ്കോ ഫൊറൂട്ടയുടെ മുൻപിലേക്ക് ഹിരോഷി മിയാനോ തന്റെ കാറുമായിട്ട് എത്തുകയാണ്. നേരം ഇത്രയും താമസിച്ചില്ലേ, വീട്ടിൽ കൊണ്ടുപോയി ആക്കാമെന്ന രീതിയിൽ ജുങ്കോ ഫൊറൂട്ടയോട് കാറിലേക്ക് കയറാൻ ഹിരോഷി മിയാനോ ആവശ്യപ്പെടുകയാണ്. തനിക്ക് പരിചയമുള്ള ആളാണല്ലോ എന്ന വിശ്വാസത്തിൽ ജുങ്കോ ഫൊറൂട്ട കാറിനുള്ളിലേക്ക് കയറുകയും ചെയ്തു. തന്നെ അവർ തട്ടിക്കൊണ്ടു പോവുകയാണെന്ന് ആ ഒരു നിമിഷം വരെ ആ ഒരു പെൺകുട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കാറ് സാധാരണ സഞ്ചരിക്കുന്ന വഴികളിൽ നിന്ന് മാറി ഒരുപാട് കുടുക്കു വഴികളിലൂടെ സഞ്ചരിക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ഹിരോഷി മിയാനോ എന്ന് പറയുന്ന ഈ ഒരു പയ്യന്റെ ഒരു സുഹൃത്തിന്റെ വെയർഹൗസിലേക്കായിരുന്നു. ഈ ഒരു വെയർഹൗസ് എന്ന് പറയുന്നത് യാക്കുസ ഗ്യാങ്ങിന്റെ ഒരു പ്രധാന വിനോദ കേന്ദ്രമായിരുന്നു. അവരുടെ എല്ലാ വിധത്തിലുള്ള ആക്ടിവിറ്റീസും നടക്കുന്നത് ആ ഒരു വെയർഹൗസിലായിരുന്നു. ആ ഒരു വെയർഹൗസിലേക്കാണ് 17 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പെൺകുട്ടിയെ അവർ കൊണ്ടുചെല്ലുന്നത്. പിന്നീടുള്ള ഓരോ ദിവസവും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊടിയ പീഡനങ്ങൾക്ക് ആ ഒരു പെൺകുട്ടി ഇരയാവുകയായിരുന്നു. ആദ്യത്തെ ദിവസം ഹിരോഷി മിയാനോയും തന്റെ 3 സുഹൃത്തുക്കളും ചേർന്ന് ഈ ഒരു പെൺകുട്ടിയെ മാറി മാറി പീഡിപ്പിക്കുകയാണ്. അവർ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇതിനെപ്പറ്റി ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛനെയും അമ്മയും കൊന്നുകളയും,
നിന്നെ പീഡിപ്പിക്കുന്നത് പോലെ തന്നെ നിന്റെ അമ്മയെയും പീഡിപ്പിക്കുമെന്നായിരുന്നു. പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ക്രൂരതകൾ വർദ്ധിച്ചു വന്നു. മിയാനോയുടെ ഫ്രണ്ടായിരുന്ന മിനാറ്റോയുടെ മാതാപിതാക്കൾക്ക് ഇതിനെപ്പറ്റി എല്ലാം അറിയാമായിരുന്നു. എന്നാൽ ഇവർക്ക് യാക്കൂസ ഗ്യാങ്ങുമായി ലിങ്ക് ഉള്ളത് കൊണ്ട് തന്നെ അവർ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഭയപ്പെട്ടു നിന്നു. അങ്ങനെ അവളെ പൂർണ്ണ നഗ്നയാക്കി അവർ ഒരു ഇലക്ട്രിക് കോഡ് ഉപയോഗിച്ച് കെട്ടിയിടുകയാണ്. ഏകദേശം 6ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്ക് അവളെ ഭീഷണിപ്പെടുത്തി താൻ ഒളിച്ചോടി വന്നിരിക്കുകയാണ്, തനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ അവളുടെ മാതാപിതാക്കളോട് പറയിപ്പിക്കുകയാണ്. ഇതിനുശേഷം ഡംബൽ ഉപയോഗിച്ച് 100-ലധികം തവണ അവളെ മർദ്ദിച്ചു. സിഗരറ്റുകൾ ഉപയോഗിച്ച് കൺപോളകൾ കരിച്ചു കളയുകയും മുഖത്തും ശരീരത്തും ഒട്ടാകെ പൊള്ളലേൽപ്പിക്കുകയും കത്രിക ഉപയോഗിച്ച് ചുണ്ടും പല സ്വകാര്യ ഭാഗങ്ങളും മുറിച്ചെടുക്കുകയും ചെയ്തു. വളരെയധികം ഭാരമേറിയിട്ടുള്ള വസ്തുക്കൾ ഈ ഒരു പെൺകുട്ടിയുടെ 2 കൈകളിലായിട്ട് തൂക്കിയിടുകയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ 2 കൈകളും കീറി മുറിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ തന്നെ ബ്രസ്റ്റ് പാർട്ടിൽ തയ്ക്കാൻ ഉപയോഗിക്കുന്ന സൂചി ഉപയോഗിച്ച് കുത്തിയിറക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനമായിട്ടുള്ള വിനോദം എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഈ ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം 11ാം ദിവസമൊക്കെ ആയപ്പോഴേക്കും ബ്രൂട്ടാലിറ്റി എന്നൊക്കെ പറയുന്നത് എക്സ്ട്രീം ലെവലിലേക്ക് മാറുകയാണ്. പിന്നീട് ആ ഒരു പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വേദനകളാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന ചുട്ടുപഴുത്ത ബൾബുകളും ഇരുമ്പ് കമ്പികളും ബിയർ കുപ്പിയും അങ്ങനെ അവിടെ കിട്ടാവുന്ന എല്ലാവിധ വസ്തുക്കളും ഈ ഒരു പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്തോടി അവർ ഇൻസേർട്ട് ചെയ്യുകയാണ്. അതും പോരാഞ്ഞിട്ട് ലൈറ്റർ ഫ്ലൂയിഡ് ഉപയോഗിച്ച് ഈ ഒരു പെൺകുട്ടിയുടെ വജൈന പൂർണ്ണമായി കത്തിച്ച് നശിപ്പിക്കുന്നു. ഇതിനു പുറമെ ഒരുപാട് ക്രൂരതകളാണ് ആ ഒരു പെൺകുട്ടിയോട് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ബാംബൂ സ്റ്റിക്സുകൾ ഉപയോഗിച്ച് തല്ലുകയും മനുഷ്യ വിസർജ്യവും പാറ്റകളെയും നിർബന്ധിച്ച് കഴിപ്പിക്കുകയും നിർബന്ധിച്ച് മൂത്രം കുടിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് വിവസ്ത്രയായി ഡാൻസ് കളിപ്പിക്കുകയും അതിന്റെ വീഡിയോ എടുത്ത് സന്തോഷം കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ ജുങ്കോ ഫൊറൂട്ട എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി അവശയായിട്ട് തളർന്ന് താഴേക്ക് വീഴുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് പോലും അവർ പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജുങ്കോ ഫൊറൂട്ട എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി എത്രമാത്രം കൊടിയ പീഡനങ്ങളിലൂടെയും വേദനകളിലൂടെയുമാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. പിന്നീട് ആ ഒരു വെയർഹൗസിൽ വന്നു പോയ ഓരോ ആളുകളും ആ ഒരു പെൺകുട്ടിയെ കൂട്ടമായി തന്നെ പീഡിപ്പിക്കുകയാണ്. തങ്ങളുടെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കേസ് കൊടുത്തിരുന്നെങ്കിലും താൻ ഒളിച്ചോടിയതാണ് എന്ന് വിളിച്ചു പറഞ്ഞതിനാൽ അവർ ആ കേസ് പിൻവലിക്കുകയാണ്. അങ്ങനെ 30ാമത്തെ ദിവസം ആയപ്പോഴേക്ക് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു തരാമോ എന്ന് ആ ഒരു പെൺകുട്ടി അവരോട് ആവശ്യപ്പെടുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം വേദനയായിരിക്കാം ആ ഒരു പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അങ്ങനെ എല്ലാവരും മദ്യലഹരിയിൽ മയങ്ങുന്ന സമയത്ത് ജുങ്കോ ഫൊറൂട്ട എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഇഴഞ്ഞു നീങ്ങി അവിടെ നിന്ന് ഒരു ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരാള് കാണാനിടയായി. അയാൾ പെട്ടെന്ന് തന്നെ വന്നിട്ട് ഫോൺ മേടിക്കുകയും അത് വെറും ഒരു പ്രാങ്ക് കോൾ മാത്രമായിരുന്നു എന്ന് പറയുകയും ചെയ്യുകയാണ്. പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചെന്ന പേരില് ജുങ്കോ ഫൊറൂട്ടയ്ക്ക് അവർ നൽകിയിട്ടുണ്ടായിരുന്ന ശിക്ഷ എന്ന് പറയുന്നത് അവളുടെ 2 കാലുകളിലും ഓയിൽ ഒഴിച്ച് പൂർണ്ണമായി കത്തിക്കുക എന്നുള്ളതായിരുന്നു. ഏകദേശം 38ാമത്തെ ദിവസം ആയപ്പോൾ തന്നെ ഒരാൾക്കും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഈ ഒരു പെൺകുട്ടിയുടെ ശരീരം മാറിയിട്ടുണ്ടായിരുന്നു. മരണം മാത്രമായിരുന്നു ആ ഒരു പെൺകുട്ടിക്കുണ്ടായിരുന്ന ഏക രക്ഷപ്പെടൽ എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് പോലും യാതൊരു വിധത്തിലുള്ള കാരുണ്യവും അവർ കാണിക്കുന്നുണ്ടായിരുന്നില്ല. വിവസ്ത്രയായിട്ട് കൊടും തണുപ്പിന്റെ സമയത്ത് പുറത്തു കിടത്തുകയും ഇവരുടെ വയറ്റിൽ മാറി മാറി അവർ ചാടുകയും ചെയ്യുകയാണ്. ഇതോടുകൂടി രക്തം തുപ്പി അവൾ ആകെ അവശയാവുകയാണ്. ജീവനുണ്ട് എന്നാൽ മരിച്ച നിലയിൽ എന്ന രീതിയിലേക്ക് അവളുടെ ശരീരം പൂർണ്ണമായി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 44ാം ദിവസം 1989 ജനുവരി 4-ന് ജുങ്കോ ഫൊറൂട്ട എന്ന പെൺകുട്ടിയെ മരണം ഏറ്റുവാങ്ങുകയാണ്. അവൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു സമ്മാനമായിരുന്നു മരണം എന്ന് പറയുന്നത്. മരണശേഷം അവളുടെ ബോഡി ഒരു ഓയിൽ ഡ്രമ്മിനുള്ളിൽ കോൺക്രീറ്റ് നിറച്ച ശേഷം അതിനുള്ളിൽ അവർ മറവ് ചെയ്യുകയാണ്. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം ഹിരോഷി മിയാനോ എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ കുറ്റമേറ്റു പറയുകയാണ്. ഇതോടുകൂടി പോലീസ് ആ ഒരു ബോഡി കണ്ടെടുക്കുകയാണ്. എന്നാൽ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വളരെ വികൃതമായ രീതിയിലായിരുന്നു ആ ഒരു ബോഡി ഉണ്ടായിരുന്നത്. ഇതിനേക്കാളൊക്കെ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയോട് ഇത്രയധികം ക്രൂരത ചെയ്ത, ഇത്രയധികം പൈശാചികമായിട്ട് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കുറ്റവാളികളെ വെറും 4 വർഷം മാത്രമായിരുന്നു കോടതി ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ പുറത്തിറങ്ങുകയും വീണ്ടും ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്തു. നിയമ സംവിധാനങ്ങളോടൊക്കെ വല്ലാത്ത ഒരു പുച്ഛം തോന്നിപ്പോയ ഒരു സമയമായിരുന്നു അതെന്ന് പറയുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും എത്രയെത്ര ജീവനുകളാണ് ഇങ്ങനെ പൊലിഞ്ഞിട്ടുള്ളത്.
എന്നാൽ അവർക്കൊക്കെ നീതി ലഭിച്ചിട്ടുണ്ടോ? ഇനിയൊരു പെൺകുട്ടിക്കും ഇങ്ങനൊരു ഗതി ഉണ്ടാകരുത്. മറ്റൊരു ജുങ്കോ ഫറൂട്ട ഇനി ഉണ്ടാവാതിരിക്കട്ടെ. അതിന് നമ്മുടെ നിയമ സംവിധാനങ്ങൾ മാറിയേ തീരൂ. See you on the next chapter. Until then, it's me, Jaswin from Secret Book, signing off.